സാർ, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രാന്തപ്രദേശം എന്ന് പറയാം, അവിടെ ഈ അപൂർവ ധാതുക്കൾ മാത്രമല്ല സ്വർണവുമുണ്ട്. അവിടെ ഖനനം നടത്തുന്നതിൽ ട്രംപ് ചില കണ്ണുവെപ്പൽ ഒക്കെ നടത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രവിശ്യയാണ്. അതായത് പാകിസ്ഥാന്റെ ഒരു പകുതി 50% ഭൂവിഭാഗം വരുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായിട്ട് കഴിഞ്ഞ ആഴ്ച അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ തന്നെ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ആ മുനീർ പട്ടാള മേധാവി അമേരിക്കയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്, പാകിസ്ഥാൻ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക്. എന്നിട്ടാണ് അവിടെ ലോകത്തിന്റെ പകുതിയും ഞങ്ങളൊരു പതനത്തിലേക്ക് പോയാൽ ഞങ്ങളാണ് ബോംബ് പ്രയോഗിച്ച് കൊണ്ടുപോകും, ഇന്ത്യ ഡാം പണിത് അതാ മിസൈലുകൾ കൊണ്ട് 10 മിസൈൽ കൊണ്ട് തകർക്കും എന്നൊക്കെ പറഞ്ഞ അവിടെ അമേരിക്കയിൽ പ്രസംഗം നടത്തിയല്ലോ മുനീർ. അപ്പോൾ ഈ ബലൂചിസ്ഥാനില് ഇപ്പോൾ സ്വർണവും ചെമ്പും ഖനനം ചെയ്തെടുക്കുന്ന ബാറിക് മൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കനേഡിയൻ കമ്പനി ഉണ്ട്. ഇതിൻ്റെ ആസ്ഥാനം കാനഡയിലെ ടൊറൻറ്റോ ആണ്. ഇവർക്ക് അർജന്റീന, കാനഡ, ചിലി അവിടെയൊക്കെ ഖനികളുണ്ട്. ഇവരിപ്പോൾ ബലൂചിസ്ഥാനിലെ ഈ സ്വർണം ചെമ്പ് ഖനനത്തിന് വേണ്ടി അമേരിക്കയെ സമീപിക്കാൻ പോകുന്നു. അവർക്ക് വലിയ ഫണ്ടിങ് ആവശ്യമുണ്ട്. അപ്പോൾ അമേരിക്ക ചിലപ്പോൾ അത് കൊടുത്തേക്കും എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിൽ ട്രംപിനൊരു കച്ചവട കണ്ണുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ $3.5 ബില്യൺ ആണ് ഈ ബാറിക് മൈനിങ്. അതൊരു ആഗോള ഭീമനാണ് ഈ ഖനനത്തിൽ. സ്വർണവും ചെമ്പും 3.5 ബില്യൺ ആ കമ്പനി ആവശ്യപ്പെടുന്നത്. 30,683 കോടി രൂപ, 31,000 കോടി രൂപ എന്ന് പറയാം. അമേരിക്കയും G7 നേഷൻസിനെയുമാണ് സമീപിച്ചിരിക്കുന്ന അവര്. അപ്പോൾ സൗദിയെ ഇവർ സമീപിച്ചിരുന്നു, ഇത്തരം പൈസ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൗദി അത് നിരസിച്ചു. സൗദി ഈ പാകിസ്ഥാനിലെ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നേരത്തെ തന്നെ ഈ അവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നല്ലോ ബലൂചിസ്ഥാനിൽ. അപ്പോൾ സൗദിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഡ്രില്ലിംഗ് കമ്പനിയിലെ ആരാംകോ അവിടെ ചെന്ന് പെടുകയും, പക്ഷെ ആരാംകോ പിന്നീട് പിൻവാങ്ങുകയും ചെയ്തിരുന്നു, ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്. അപ്പോൾ സൗദി നിരസിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഈ ചെമ്പ് ഖനനത്തിന് വേണ്ടി ഈ ബാരിക് മൈനിങ് അമേരിക്കയൊക്കെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഇവർ സ്വർണം ഖനനം ചെയ്യുന്നുണ്ട്. ചെമ്പ് ഖനന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ചോദിക്കുന്നത്. ഓഗസ്റ്റ് 11 കഴിഞ്ഞ ആഴ്ച ഈ ബാരിക് മൈനിങ്ങിൻ്റെ CEO മാർക്ക് ബ്രിസ്റ്റോ ഈ G7 ഫൈനാൻസ് പാക്കേജ്, G7 രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ അവരിൽ നിന്ന് ഒരു ധനകാര്യ പാക്കേജിന് വേണ്ടി കടലാസ് കൊടുത്തിട്ടുണ്ട്. G7 എന്ന് പറയുമ്പോൾ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അതായത് ബ്രിട്ടൻ, US ഈ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഖനി, ബലൂചിസ്ഥാനിലെ ഈ ഖനി റീകോ ദിക് കോപ്പർ ഗോൾഡ് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. റീകോ ഡിക് ചെമ്പ് സ്വർണ്ണ ഖനന പദ്ധതി 2018 ഇവിടെ സ്വർണം ഉൽപാദനം തുടങ്ങിയതാണ്. അവിടെ 2018 ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലണ്ടനിലെ. പാകിസ്ഥാനെ തുണയ്ക്കാനായിട്ട് ട്രംപിനും അമേരിക്കയ്ക്കും ഇപ്പോൾ വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതിലും അവർ ചേർന്നു എന്ന് വരാം. അമേരിക്കയുടെ, അതായത് അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ചെയ്യാനായിട്ട് ഈ ബാരിക് മൈനിങ് സമീപിച്ചിരിക്കുന്നത് അമേരിക്കൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. ആ ബാങ്കിനെ US ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ CIFFC, അതായത് US ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. അത് ലോക ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. അതിനെ സമീപിച്ചിട്ടുണ്ട്. പിന്നെ കാനഡ, ജപ്പാൻ, ജർമ്മനി അവിടെ നിന്നുള്ള ലെൻഡേഴ്സ്
വായ്പ നൽകുന്ന വായ്പാ സ്ഥാപനങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ഇതുവരെ ടാപ്പ് ചെയ്യാത്ത, ഇതുവരെ ഒന്നും ചെയ്യാത്ത ചെമ്പ് സ്വർണ്ണഖനിയാണ് ഈ പറയുന്നത് റീക്കോ ഡിക്ക് സ്വർണ്ണഖനി, ചെമ്പ് ഖനി. 37 കൊല്ലം അവിടെ ഖനനം നടത്താവുന്ന ഒരു അസംസ്കൃത അയിര് അവിടെ ഉണ്ട്. അപ്പോൾ 160 ബില്യൺ ഡോളർ പണം അതിൽ നിന്ന് കിട്ടും എന്നാണ് കണക്കാക്കുന്നത്. എന്ന് പറയുമ്പോൾ 5.25 ലക്ഷം കോടി രൂപ വന്നു. അപ്പോൾ ബാറിക് ഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനി, ബലൂചിസ്ഥാൻ സർക്കാർ, പാകിസ്ഥാൻ, ഇത്രയും ഇവരുടെ സംയുക്ത പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ഈ ഇൻ്റർനാഷണൽ ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് 650 മില്യണാണ് ബാരിക് ഗോൾഡ് ചോദിച്ചിരിക്കുന്നത്, 5697 കോടി രൂപ. പിന്നെ US എക്സ്പോർട്ട് ഡെവലപ്പ് ബാങ്കിൽ നിന്ന് 500 മില്യൺ മുതൽ 1 ബില്യൺ ഡോളർ വരെ ചോദിച്ചിട്ടുണ്ട്. 500 മില്യൺ ഡോളർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്. ജപ്പാൻ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, ജപ്പാന്റെ സഹകരണ ബാങ്ക്. പിന്നെ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കാനഡ, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇവരിൽ നിന്നൊക്കെയാണ് സഹായം തേടുന്നത്. എന്ന് പറയുമ്പോൾ 30,683 കോടി രൂപ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പിന്നിൽ. എന്തുകൊണ്ട് BLA ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കച്ചവടത്തിന് വേണ്ടിയാണ്. അതിന് ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യാന്തര ഉപരോധം ഏർപ്പെടുത്താം, അതിനെതിരെ ഏർപ്പെടുത്താം. പിന്നെ പാകിസ്ഥാൻ സർക്കാർ BLAക്കെതിരെ എന്തു ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ ഗ്വാദാർ തുറമുഖത്തിന്റെ കാര്യം അറിയാമല്ലോ സാർ. ഇപ്പോൾ ഈ ചൈന അവിടെ കുറേ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല, ഈ ഗ്വാദർ തുറമുഖം ഒരു എയർപോർട്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ റെയർ എർത്ത് ഉള്ളതുകൊണ്ട് അവിടെ ഖനനം നടത്താനായിട്ട് വന്നു. അന്ന് പറഞ്ഞത് ചൈനക്കാർ അവിടെ ഉണ്ട്, ഞങ്ങൾ കൊല്ലും, ചാവേർ ആക്രമണത്തിൽ കൂടെ തകർക്കും. അന്ന് ഈ അസീം മുനീർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമേരിക്കയെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അമേരിക്കൻ ആർമി വന്നാൽ പേടിക്കുമല്ലോ. അന്നും ഈ BLAക്കാർ പറഞ്ഞത് ഈ അമേരിക്കയല്ല, ലോകത്ത് ആര് വന്നാലും ഞങ്ങളുടെ മേഖല സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യമാകണം, അതിന് ഏതറ്റം വരെയും പോരാടും. അപ്പോൾ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്കല്ലേ കാര്യങ്ങൾ. അതായത് ചൈന അവിടെ പെട്ടുകിടക്കുകയാണ്. ചൈന ഗ്വാദാർ തുറമുഖത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് പുതിയൊരു വിമാനത്താവളം അവിടെ പണിതു. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും ചൈനീസ് പ്രതിനിധികൾ വന്നില്ല, വെർച്വൽ ആയിട്ടേ പങ്കെടുത്തുള്ളൂ അവര്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ വിമാനത്താവളം തുടങ്ങിയെങ്കിലും അവിടെ ഒരു വിമാനം പോലും ഇല്ല. യാത്രകള്, രാജ്യാന്തര യാത്രകൾ, ഒരു യാത്രകളും ഇല്ല. വിമാനത്താവളം വെറുതെ നിർമ്മിച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൈനീസ് എഞ്ചിനീയർമാരെ കൊല്ലുക, ഈ വക പരിപാടിയല്ലേ. പിന്നെ പഞ്ചാബിൽ നിന്നൊക്കെ പോകുന്ന, പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്ന് കുടിയേറ്റ മറ്റേ തൊഴിലാളികൾ പോകുമല്ലോ, ഇവര് പോകുന്ന ബസ്സൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ കൊല്ലുക. പിന്നെ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ പട്ടാള കേന്ദ്രങ്ങളെ ആക്രമിക്കുക, ശരിപ്പെടുത്തുക. ഇങ്ങനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വളരെ ശക്തമാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ചാവേറുകളുണ്ടല്ലോ, ആ ചാവേറുകളെ കൈകാര്യം ചെയ്യാനായിട്ട് മറ്റേ പാകിസ്ഥാൻ IS ഉണ്ടല്ലോ, ഖൊറാസാൻ എന്നൊക്കെ പറയുന്ന ISനെ പാകിസ്ഥാൻ ഇപ്പൊ ഇറക്കിയിരിക്കുക അവിടേക്ക്. ചാവേർ ആക്രമണങ്ങളെ തിരിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ചാവേറാകാൻ പറ്റില്ല. അപ്പോൾ വേറെ ചാവേറുകൾ ബദലായിട്ട് IS ചാവേറുകളെ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാറേ, ഈ BLA എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയാണ് അല്ലെങ്കിൽ ആണെന്നൊരു ആരോപണമുണ്ട്. അപ്പം ഈ അമേരിക്ക ഇവരെ വിദേശ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ത്യക്കുള്ളൊരു പണി എന്ന നിലയിലല്ലേ വ്യാഖ്യാനിക്കപ്പെട്ടത്? അതായത് അടുത്ത കാലത്ത് റിപ്പബ്ലിക് TVയിൽ ഒരു ചർച്ചയിൽ ബലൂചിസ്ഥാൻ്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഇന്ത്യ വേണ്ടത്ര സഹായിക്കുന്നില്ല എന്നൊരു പരാതി അവർക്കുണ്ട്, അവരെ അതിൽ പറയുന്നുണ്ട്. അത് പിന്നീട് അവരൊരു പ്രസ്താവനയായിട്ടും ഒക്കെ പറഞ്ഞിരുന്നു. ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യ സഹായിക്കുന്നു എന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു വിലാപമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ധാരാളം ആയുധം കൊടുക്കുകയോ
പല സ്ഥലത്തും പല രാജ്യങ്ങളും ചെയ്യുന്ന പോലെ അത്ര ശക്തമായിട്ട് ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അത്യാവശ്യം അജ്ഞാതനിറങ്ങി കൈകാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി ഇന്ത്യക്കെതിരെ പണിത ഭീകരന്മാരെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ ഇന്ത്യക്കാകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.